എന്റെ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഇസ്ലാമായിട്ടില്ല. ഉമർ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നിട്ടില്ല. പടച്ചവനെ ചന്തയെന്ന് പറയുന്നൊരു ചന്തയുണ്ട് പ്രിയമുള്ളവരെ. ആ ചന്തയിലേക്ക് ഒരു തെമ്മാടി ഇങ്ങനെ കടന്നു വരികയാണ്. ഒരു ഗുസ്തി മത്സരത്തിന് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വില്ലൻ ഇങ്ങനെ കടന്നു വരികയാണ്. പടച്ചവനെ അല്ലാഹുവേ, ആ തെമ്മാടി ഇങ്ങനെ ചന്തയിലേക്ക് കടന്നു വന്നിട്ടോ ആളുകളെ ഇടിക്കുകയാ, ആളുകളെ തൊഴിക്കുകയാ. പടച്ചവനെ ആടുകളെല്ലാം എന്റെ പ്രിയമുള്ളവരെ ചോര വാർന്നുകൊണ്ട് പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് ഓടുകയാ, നെട്ടോട്ടം ഓടുകയാ. എല്ലാവരും അതാ പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് ഓടുന്ന സമയത്ത് അല്ലാഹുവേ, ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ, ഉക്കാള ചന്തയിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. ഉക്കാള ചന്തയിലേക്ക് കടന്നു വന്നിട്ട് ആരടാ ഉമറുമായിട്ട്, ആരടാ ഉമറുമായിട്ട് ഗുസ്തി പിടിക്കാൻ തന്റെ ഇടമുള്ളതാരടാ, ഏകവനാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ ആർജവത്തോടുകൂടി വെല്ലുവിളിക്കുമ്പോ പഠിച്ചവനെ ശത്രുവത കടന്നു വരികയാ. ഉമറിനോട് എന്റെ പ്രിയമുള്ളവരെ തല്ലുകൂടുകയാണ്, ഉമറിനോട് എന്റെ പ്രിയമുള്ളവരെ അടികൂടുകയാണ്, ഉമറിനോട് എന്റെ പ്രിയമുള്ളവരെ തല്ലുകൂടുകയാണ്. അവസാനം റബ്ബേ, ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ ശത്രുവിനെ അടിക്കുകയാ, ഇടിക്കുകയാ, തൊഴിക്കുകയാ, തോൽപ്പിക്കുകയാ. ഖത്താബിന്റെ മകനാകുന്ന ഉമറ് എന്റെ പ്രിയപ്പെട്ടവരെ ആർജവത്തോടുകൂടി വിജയിക്കുകയാണ്. ഉമർ തങ്ങൾ വിജയിക്കുമ്പോ ഉമറോ ചോദിക്കുകയാ, ആരെങ്കിലും ഉണ്ടോടാ ഈ ഖത്താബിന്റെ മകനാകുന്ന ഉമറിനോട് മുട്ടാനായിട്ട്? ഏതെങ്കിലും ധൈര്യമുള്ളവനുണ്ടോ? ഏതെങ്കിലും തന്റെ ഇടമുള്ളവനുണ്ടോ? നെഞ്ചിരിപ്പുള്ളവനുണ്ടോ? എന്ന് പറഞ്ഞുകൊണ്ട് ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ കാള ചന്തയിലെന്ന് പ്രിയമുള്ളവരെ തെമ്മാടിത്തരങ്ങൾ കാണിക്കുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ അല്ലാഹുവേ, വലിയ സമ്പന്നനാ, വലിയ സമ്പന്നനാ. പടച്ചവനെ, ഉമർ തങ്ങൾ ഇങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെതിരെയായിട്ട് ഊരി പിടിച്ച വാളെടുത്തുകൊണ്ട് കടന്നു പോവുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങളുടെ പ്രസരിപ്പ് കാണുമ്പോ, ഉമർ തങ്ങളുടെ ആർജവം കാണുമ്പോ, ഉമർ തങ്ങളുടെ ധീരത കാണുമ്പോ പടച്ചവനെ റസൂലുള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തല്ലോ. അല്ലാഹുവേ, പടച്ചവനെ ഉമർ നബി ഇസ്ലാമിലേക്ക് അടുപ്പിക്കണേ. ഉമറിനെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് അടുപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പോലും എന്റെ പ്രിയമുള്ളവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തല്ലോ. ഒരുപാട് ശത്രുക്കളതാ കടന്നു വന്നുകൊണ്ട് ഉമറിനോട് പറയുകയാണ്, ഉമറേ, ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നുണ്ട് ഉമറേ, ഒരുപാട് പേര് മുഹമ്മദിന്റെ മതത്തിലേക്ക് കടന്നു പോകുന്നുണ്ട് ഉമറേ. ഉടൻ തന്നെ റബ്ബേ, ഉമർ തങ്ങൾ ഊരി പിടിച്ച വാളെടുത്തുകൊണ്ട് കുതിരപ്പുറത്തേക്ക് കയറുകയാണ്. എന്നിട്ടതാ പറയുകയാ, ആരാണോ ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നത്, മുഹമ്മദിന്റെ മതത്തിലേക്ക് കടന്നു പോകുന്നത്, ആരാണോ 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 അവന്റെ തലയുണ്ടല്ലോ, ഉമറുണ്ടല്ലോ, അറക്കുന്നതാണോ എന്നതാ ഉമർ തങ്ങൾ പറയുകയാ. പടച്ചവനെ, പല ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഹംസയുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു പോയല്ലോ, ഒരിക്കലും അതാ ഇസ്ലാമിലേക്ക് കടന്നു പോകൂല എന്ന് പറഞ്ഞ ഹംസയുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു പോയല്ലോ. അതുകൊണ്ട് ഉമർ, പല ആളുകളും അതോ ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഉടൻ തന്നെ ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, കുതിരപ്പുറത്ത് കയറിയിട്ട് ഉമർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ
ഗൗരവത്തോടുകൂടി പറയുകയാണ്, ആര് പോയാലും ഈ ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു പോകൂല. പടച്ചവനെ, എന്നിട്ടതാ ഉമർ ധീരമാകുന്നു ഒരു പ്രഖ്യാപനമെന്ന് പ്രിയപ്പെട്ടവരെ നടത്തുകയാണ്. ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ അവന്റെ തലയുണ്ടല്ലോ ഈ ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ അറുക്കുന്നതാ. ഉടൻ തന്നെ ഒരാളെന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. എന്നിട്ടതാ ഉമറിനോട് പറയുകയാണ്, ഉമറേ, നിന്റെ പെങ്ങളാകുന്ന ഫാത്തിമയുണ്ടല്ലോ, ഫാത്തിമയുടെ ഭർത്താവുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നുപോയി. ഉമറേ, ഉടൻ തന്നെ ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, നീ പറഞ്ഞത് സത്യമാണോ? നീ പറഞ്ഞത് കള്ളമാണോ? ഉടൻ തന്നെ അവരെന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, ഉമറേ, സത്യമാണ് ഉമറേ. നാട്ടുകാരുടെ തലയെടുക്കാൻ കടന്നുപോയ ഉമറുണ്ടല്ലോ പഠിച്ചവനെ, പ്രജകളുടെ തലയെടുക്കാൻ എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. ഫാത്തിമയതാ അറിയുകയാണ്, ഫാത്തിമയതാ പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇങ്ങനെ കൈകൊണ്ട് എടുക്കുകയാണ്. എന്നിട്ടതോ ഓതുകയാണ്. ഊരിപ്പിടിച്ച വാലെടുത്തുകൊണ്ട് ഉമറതാ കുതിരപ്പുറത്തേക്ക് കയറുകയാണ്. ഫാത്തിമയുടെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. റബ്ബേ, ഉമറതേ ഫാത്തിമയുടെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുമ്പോ ഫാത്തിമയതാ മനോഹരമാകുന്ന ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ ഓതുകയാ, പാരായണം ചെയ്യുകയാ. എന്ന് പറയുന്ന മനോഹരമാകുന്ന ഖുർആനിന്റെ ആയത്തുകളുണ്ടല്ലോ ഓതുകയാ. പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. എന്നിട്ടതോ ഫാത്തിമയുടെ വാതിലുണ്ടല്ലോ ചവിട്ടി പൊളിക്കുകയാ. എന്നിട്ടതാ കടന്നു ചെല്ലുകയാണ്. എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമയതോ അടിക്കുകയാണ്, ഫാത്തിമയതോ ഇടിക്കുകയാണ്, ഫാത്തിമയതാ ദ്രോഹിക്കുകയാണ്. പടച്ചവരെ, ഫാത്തിമ എന്റെ പ്രിയപ്പെട്ടവരെ കരഞ്ഞുകൊണ്ട് ഉമറിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അടിക്കല്ല ഉമറേ, വേദനിക്കുന്ന ഉമറേ. ഉടൻ തന്നെ ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാണ്, ഫാത്തിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നോ? ഉടൻ തന്നെ എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമയതാ പറയുകയാണ്, ആളുകുമരെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നതാ ഉമർ തങ്ങളുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോ ഉമർ തങ്ങൾ വീണ്ടും എന്റെ പ്രിയമുള്ളവരെ അടിക്കുകയാണ്. അവസാനം ഫാത്തിമയുണ്ടല്ലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ ഉമറിന്റെ പ്രിയപ്പെട്ടവരെ അടിക്കൽ നിർത്തുകയാണ്. എന്നിട്ടാ ഫാത്തിമയോട് പറയുകയാണ്, ഫാത്തിമ ആ ഖുർആനൊന്ന് തരുമോ? ഫാത്തിമ പഠിച്ചവനെ ഉമർ തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുന്നില്ലോ. ശുദ്ധിയാകാൻ പറയുകയാണ്. ഉമർ തങ്ങളുടെ പ്രിയമുള്ളവരെ ശുദ്ധിയാവുകയാണ്. എന്നിട്ടതോ ഫാത്തിമയുടെ ചാരത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുമ്പോ അല്ലാഹുവേ, ഉമറതോ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുണ്ടല്ലോ ഓതുകയാ. എന്നിട്ടതാ കരഞ്ഞുകൊണ്ട് ഫാത്തിമയോട് ചോദിക്കുകയാണ്, ഫാത്തിമ മുഹമ്മദ് റസൂലുള്ള എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ തന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാ, ഇന്ന സ്ഥലത്ത് ഹബീബ് ഇരിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് റസൂലുള്ള ഇരിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് പ്രവാചകൻ ഇരിക്കുന്നുണ്ട്. ഊരിപ്പിടിച്ച വാലെടുത്തുകൊണ്ട് റസൂലുള്ളയുടെ ചാരത്തേക്ക് ഉമർ തങ്ങൾ കടന്നു പോവുകയാ. പഠിച്ചവനെ, ഉമർ തങ്ങൾ റസൂലുള്ളയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ സഹാബത്ത് പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുകയാണ്. റസൂലുള്ളയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ടതോ എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളയോട് സഹാബത്ത് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ ഹബീബല്ലാഹ്
ഉമർ കടന്നു വരുന്നുണ്ട് നബിയേ, ഉമർ കടന്നു വരുന്നുണ്ട് റസൂലേ. അങ്ങയുടെ തലയെടുക്കാൻ ഉമർ കടന്നു വരുന്നുണ്ട് നബിയേ. ഓടണം നബിയേ, രക്ഷപ്പെടണം നബിയേ. ഇത് കേൾക്കുന്ന പടച്ചവരെ, ഇസ്ലാമിന്റെ പുലിക്കുട്ടിയാകുന്ന അല്ലാഹുവിന്റെ സിംഹക്കുട്ടിയാകുന്ന ഹംസതങ്ങളതാ ധീരതയോടുകൂടി പറയുകയാണ്, ഉമർ നല്ല രീതിയിൽ വന്നാൽ ഉമറിന് നല്ല രീതിയിൽ തിരിച്ചു പോകാം. ഉമർ റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ കടന്നു വന്നാൽ ഉമറിന്റെ തലയുണ്ടല്ലോ, ഹംസയുണ്ടല്ലോ, അറുക്കുന്നതാ. പടച്ചവനെ, ഉമർ തങ്ങൾ കടന്നു വരികയാണ്. പടച്ചവനെ, റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഹംസതങ്ങളതാ തടയുകയാണ്. റബ്ബേ, ഹംസതങ്ങളെ തടയുമ്പോ റസൂലുള്ള പറയുകയാ, കേറി വാ ഉമറേ, കേറി വാ ഉമറേ. പടച്ചവനെ, ഉമർ തങ്ങൾ ചാരത്തേക്ക് കടന്നു വരികയാണ്. സഹാബത്തതാ പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുകയാണ്. ഹംസതങ്ങളതാ നോക്കി നിൽക്കുകയാണ്. പടച്ചവനെ, പടച്ചവനെ, ഉമർ തങ്ങളതാ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് പറയുകയോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. സഹാബത്തതാ പറയുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിന്റെ പ്രിയമുള്ളവരെ ആർജവത്തോടുകൂടി കടന്നു വരികയാണ്. ഉമർ നിങ്ങളുടെ പേര് കേൾക്കുമ്പോ ആർജവത്തോടുകൂടി റളിയല്ലാഹു അൻഹു വന്ന് ഈ കൊടകിലെ പ്രിയപ്പെട്ടവരെ ആർജവത്തോടെ പറഞ്ഞുകൊള്ളുക, ഉമർ തങ്ങളല്ല ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പ്രിയമുള്ളവരെ, ഉമർ തങ്ങളുണ്ടല്ലോ കല്ല് വലിച്ചെറിഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഹറാമ് വലിച്ചെറിഞ്ഞ് പ്രിയപ്പെട്ടവരെ, പെണ്ണിനെ വലിച്ചെറിഞ്ഞ് പ്രിയമുള്ളവരെ, ഇനി എനിക്ക് വേറെ ആരും വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ മതി നബിയേ, എനിക്ക് അല്ലാഹു മതി നബിയേ, എനിക്ക് ഇസ്ലാം മതി നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങളോ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ, ഉമർ തങ്ങളുടെ പേര് പറയുമ്പോ ആർജവത്തോടുകൂടി മനോഹരമാകുന്നു. കുഞ്ചിരിയുടെ മക്കാമിൽ വന്ന് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാണ്, ആർജവത്തോടെ പറഞ്ഞു റളിയല്ലാഹു എന്ന് പറഞ്ഞു, അല്ലാഹുവേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പോരാ എന്റെ പ്രിയപ്പെട്ടവരെ, റളിയല്ലാഹു അൻഹു പോരാ, ഉച്ചയിൽ ചൊല്ലിക്കോ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പോരാ പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ചില മക്കാമിന്റെ പരിസരത്ത് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാണ്, ഈ തണുപ്പിനെ വന്നു മാറ്റിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കൊടകിലേക്ക് കടന്നു വന്നവരോട് പറയുകയാ, പോരെ ആർജവത്തോടുകൂടി പറഞ്ഞുകൊള്ളുക. ഏതെങ്കിലും സിനിമാ നടന്റെ പേര് പറയുമ്പോ, രാഷ്ട്രീയക്കാരുടെ പേര് പറയുമ്പോ, ഉസ്താദന്മാരുടെ പേര് പറയുമ്പോ നമ്മൾ ആവേശത്തോടുകൂടി അവരുടെ പുറകിലതാ നടന്നെങ്കിലും ഉമരുടെ പേര് പറയുമ്പോ എന്റെ രോമങ്ങൾ എണ്ണീച്ചു നിൽക്കട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു അല്ലേ? ഇന്നലെ വരെ ഹറാമിന്റെ പിന്നാലെ പോയി, ഇന്നലെ വരെ വ്യഭിചാരത്തിന്റെ പിന്നാലെ പോയി, ഇന്നലെ വരെ കള്ളിന്റെ പിന്നാലെ പോയി, ഇന്നലെ വരെ തെമ്മാടിത്തരത്തിന്റെ പിന്നാലെ പോയി. പക്ഷേ ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇനി ഉമർ തങ്ങളുടെ പേര് പറയുമ്പോൾ നമുക്ക് ആവേശമായിരിക്കണം. ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണതിന് മുമ്പ് ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നമുക്കൊന്നും പഠിക്കാനില്ല. ഉമർ തങ്ങള് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമുക്കൊന്നും പഠിക്കാനില്ല. പക്ഷേ ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ആ ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരു 3 ഗുണപാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഉമർ തങ്ങളുടെ വഫാത്ത് നമുക്ക് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നിന്ന് വിട പറയണം. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറയണത്
ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ശത്രുക്കൾ പേടിച്ചു. എന്തപ്പാ അല്ലാഹുവേ, ഉമർ ഞങ്ങളിൽ നിന്ന് പോയല്ലോ റബ്ബേ. ഉമറിന്റെ ധീരത കണ്ടിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂലുള്ള പോലും ദുആ ചെയ്തത്, റബ്ബേ ഉമറിനെ നീ ദീനിലേക്ക് അടുപ്പിക്കണേ അല്ലാ. അല്ലേ, ഉമറിന്റെ ധീരത കണ്ടിട്ട് റസൂലുള്ള പോലും ദുആ ചെയ്തു. അപ്പൊ ഞാൻ പറയണത്, ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ശത്രുക്കൾ പേടിച്ച് വിറങ്ങലിച്ചു, റബ്ബേ ഇനി എങ്ങനെയാണ് ഞങ്ങള് ശത്രുക്കളായിട്ട് ഇങ്ങനെ നടക്കണത്? ഉമർ തങ്ങൾ ധീരതയോടുകൂടി കടന്നു വന്നിട്ട് റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നബിയേ ഇനി ഇസ്ലാം ഇങ്ങനെ ഒളിച്ചുകൊണ്ട് പ്രബോധനം നടത്തിയാല് പോരാ, നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പരസ്യമായിട്ട് ഇസ്ലാമിന്റെ പ്രബോധനം മക്കയുടെ തെരുവോരത്തു കൂടി നടത്തണമെന്ന് ആര് പറഞ്ഞു? സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു, ഉമർ തങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള രണ്ട് കാരണം. ഉമർ തങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള രണ്ട് കാരണമുണ്ട്. ഏതപ്പാ? ഒന്ന് റസൂലുള്ളാഹിയുടെ ദുആയാണ്. രണ്ടേതാ? ഉമർ തങ്ങൾ എന്ന പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള രണ്ടാമത്തെ കാരണമേതാ? രണ്ടാമത്തെ മാർഗമേതാ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് ത്വാഹയുണ്ടല്ലോ, ഓതിയപ്പോൾ ഉമർ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രസരിപ്പിന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നു പറയുമ്പോ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാണ്, ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള രണ്ടാമത്തെ മാർഗമേതോ, രണ്ടാമത്തെ സബബ് ഏതോ? ഖുർആനാണ് ചെറുപ്പക്കാരാ, ഖുർആനാണ് ചെറുപ്പക്കാരാ. മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാണ്, 6000-ഓളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന ഒരുപാട് അഹ്കാമുകളുള്ള ഒരുപാട് അഖ്ബാറുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രിയമുള്ളവര്, ഉമർ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലേക്ക് നോക്കിയപ്പോ ഈമാനിന്റെ പ്രസരിപ്പ് ഉമർ തങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നെങ്കിലോ ഈ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് കടന്നിരിക്കുന്നവരോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്. ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യമായിട്ടല്ല പ്രിയപ്പെട്ടവരെ പഠിക്കേണ്ട ഗുണപാഠം എന്തെന്നറിയോ? ഉമർ തങ്ങൾ അൽഹംദുലില്ലാഹ് ഖുർആനിനെ പ്രണയിച്ചവരാ, ഖുർആനിനെ ഹബ്ബ് വെച്ചവരാ. ഉമർ തങ്ങൾ കാരണമായിട്ട് എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് ആയത്തുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇറങ്ങിയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ഉമർ തങ്ങളുടെ പേര് പറയുമ്പോ ആർജവത്തോട് കൂടി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരോട് പറയുകയാണ്, പടച്ചവനെ ഉമർ തങ്ങളെ സ്നേഹിക്കുന്നവര്, ഉമർ തങ്ങളെ ഹബ്ബ് വെക്കുന്നവര്, ഉമർ തങ്ങളെ പ്രണയം വെക്കുന്നവര് ആ ഖുർആനിനെ ഉണ്ടല്ലോ സ്നേഹിച്ചു കൊള്ളുക. പടച്ചവനെ ഉമർ തങ്ങളെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. പല ആളുകളും കള്ളു കുടിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് കടന്നു വരുന്നുണ്ട് നബിയേ. പല ആളുകളും നബിയേ കള്ളു കുടിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് കടന്നു വരുന്നുണ്ട് നബിയേ. ഉടൻ തന്നെതോ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകളുണ്ടല്ലോ ഇറങ്ങുകയാ, ലാ തഖറബുസ് സ്വലാ വഅൻതും സുകാറാ. കള്ളു പിടിച്ചുകൊണ്ട് പടച്ചവനെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നീ നിസ്കരിക്കാൻ കടന്നു വരല്ലേ, നിസ്കരിക്കാൻ കടന്നു വരല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ഈ മനോഹരമാകുന്ന കുഞ്ചിനമക്കാമിന്റെ പരിസരത്തിനോട് ലഹരി വെക്കുന്നവരുണ്ടെങ്കിൽ, പടച്ചവനെ കള്ളു പിടിക്കുന്നവരുണ്ടെങ്കിൽ, തമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറല് വേണോ? അതിനുള്ള ഒന്നാമത്തെ പാഠമേതോ? ഉമർ തങ്ങളുടെ ജീവിതത്തിലെ ഗുണപാഠമോ? ഖുർആനിനെ സ്നേഹിച്ചോ, ഖുർആനിനെ പ്രണയിച്ചോ. ഉമർ തങ്ങള്
ജീവിതത്തിൽ നിന്ന് ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് ഉമർ തങ്ങൾ ഖുർആനിനെ വല്ലാതെ പ്രണയിച്ചു. ഇപ്പോ ഇവിടുത്തെ മക്കൾ അൽഹംദുലില്ലാഹ് വെളുപ്പാങ്കാലത്ത് എണീച്ചിട്ട് ഖുർആൻ ഇങ്ങനെ ഓതും. ഈ തണുപ്പത്ത് എന്ത് രസം അത് ഓതുമ്പോ. അള്ളാഹു ആ ഖുർആനിനെ സ്നേഹിച്ചുകൊണ്ട് മരിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ? ഞാൻ പറഞ്ഞു, നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആര് പറഞ്ഞു? ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ കള്ള് കുടിച്ചുകൊണ്ട് പല ആളുകളും നബിയെ നിസ്കരിക്കാൻ വരുന്നുണ്ട്. ഉടൻ തന്നെ ഖുർആൻ ഇറങ്ങി, ആയത്തുകൾ ഇറങ്ങി, ജിബ്രീൽ കൊണ്ടു കൊടുത്തു, നബിയെ കള്ള് കുടിച്ചുകൊണ്ട് ആരും കടന്നു വരാൻ പാടില്ല നിസ്കാരത്തിലേക്ക്. എന്തേ? ഉമർ തങ്ങളുടെ ആഗ്രഹം കൊണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. കള്ള് വലിയ പ്രശ്നപ്പ, കള്ള് വലിയ പ്രശ്ന. ഞാൻ ആലപ്പുഴയിൽ പഠിക്കണ സമയത്ത്, മുത്തല്ലിമായിരിക്കണ സമയത്ത്, പടച്ചവനെ ഞങ്ങളെ പഠിപ്പിക്കണ ഉസ്താദ് ഒരു നിക്കാഹിന് പോയി. ഞങ്ങളെ പഠിപ്പിക്കണ ഉസ്താദ് ഒരു നിക്കാഹിന് പോയി. നിക്കാഹിന് പോയ സമയത്ത് പെണ്ണിന്റെ വാപ്പയും ചെറുക്കനും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പെണ്ണിന്റെ വാപ്പയും നിക്കാഹ് കഴിക്കാൻ പോണ ചെറുക്കനും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉസ്താദ് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു, ഇത്ര മഹറിന് പകരമായി എന്റെ മകളെ താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു. എന്താ പറഞ്ഞേ? ഇത്ര മഹറിന് പകരമായിട്ട് താങ്കൾക്ക് ഞാൻ എന്റെ മകളെ നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നു. ഉസ്താദ് എന്ത് പറഞ്ഞു? സിയാ പറഞ്ഞു കൊടുത്തു, മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു. പെണ്ണിന്റെ വാപ്പ കള്ളു കുടിച്ചിട്ടാ വന്നേ. എന്താ ഇത്? പെണ്ണിന്റെ വാപ്പ കള്ളു കുടിച്ചിട്ടാ വന്നേ. പെണ്ണിന്റെ വാപ്പാനോട് പറഞ്ഞു, ഇത്ര മഹറിന് പകരമായി എന്റെ മകളെ താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്നിരിക്കണം. ഉടൻ തന്നെ പെണ്ണിന്റെ വാപ്പ എന്താ പറഞ്ഞേ? ഇത്ര മഹറിന് പകരമായി ഉസ്താദിന്റെ മകളെ ഞാൻ വിവാഹം ചെയ്യുന്നു. എന്താ പറഞ്ഞേ? ഇത്ര മഹറിന് പകരമായി ഉസ്താദിന്റെ മകളെ ഞാൻ നിക്കാഹ് ചെയ്യുന്നു. ആലപ്പുഴയിൽ നടന്ന സംഭവം എന്താപ്പാ? കള്ളു കുടിച്ചു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതാ പറയണത്. ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ ഉമർ തങ്ങൾ കാരണമായിട്ട് കള്ളിനെ എതിർത്തു. അതാ ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യമായി പഠിക്കാനുള്ള പാഠം ഖുർആനിനെ പ്രണയിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഖുർആൻ ഓതിയവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ. ഉള്ളവര് മതി കേട്ടോ, ഉള്ളവര് മതി, ഇല്ലെങ്കിൽ വേണ്ട. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഓതാത്തവർക്ക് ഓതാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ, 3 യാസീൻ കഴിഞ്ഞ ദിവസം ഓതാൻ പറഞ്ഞിരുന്നു. അത് ഓതിയവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ. 3 യാസീൻ, 3 കർണാടകയിൽ വ്യത്യാസമുണ്ട്. അല്ലാഹു ഓതാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഖുർആനെ പ്രണയിക്കണം. ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ആദ്യത്തെ ഗുണപാഠമാണ്. ഈ ഖുർആൻ എപ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടണേ? ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാ ഉപകാരപ്പെടണേ? അത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഉമർ തങ്ങളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഗുണപാഠം നമ്മൾ പഠിക്കാൻ പോകും. ഒന്ന്, എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ പറയുകയാണ്, എപ്പോഴാണ് മോനെ ഖുർആൻ ഉപകാരപ്പെടുന്നത്? എപ്പോഴാ? എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ മരിക്കുമല്ലോ, എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ വിട പറയുമല്ലോ, എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ മരണപ്പെടുമല്ലോ. നിന്റെ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്ന അതിഥിയാരാ? വിളിക്കാതെ വരുന്ന അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ കടന്നു വരുന്നതാണ്. അസ്റായീലിന്റെ പ്രിയമുള്ളവരെ കടന്നു വരുന്നത് എങ്ങനാ? നമസ്കരിച്ചവരാണോ? നോമ്പ് പിടിച്ചവരാണോ? സദഖ കൊടുത്തവരാണോ? നന്മകൾ ചെയ്തവരാണോ? മഹാന്മാരെ ബഹുമാനിച്ചവരാണോ? മഖാമുകളെ സ്നേഹിച്ചവരാണോ? ഉസ്താദുമാരെ ബഹുമാനിച്ചവരാണോ? അസ്റായീലിന്റെ പ്രിയമുള്ളവരെ കടന്നു വരുന്നത് എങ്ങനാ? പുഞ്ചിരിച്ചുകൊണ്ട് അസ്റായീലിന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നതാണ്. സുഗന്ധമുണ്ടല്ലോ പരത്തിക്കൊണ്ട് അസ്റായീലിന്റെ പ്രിയമുള്ളവരെ കടന്നു വരുന്നത്. നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സദഖ കൊടുക്കാതെ, സകാത്ത് കൊടുക്കാതെ, നന്മ ചെയ്യാതെ, മഖാമുകളെ എതിർത്തുകൊണ്ട്, മംഗൂസ് മൗലിദിനെ എതിർത്തുകൊണ്ട്, പുത്തൻവാദികളായിട്ട് നടന്നവരെ, നിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ അസ്റായീൽ കടന്നു വരുന്നതെങ്ങനാ? ദുർഗന്ധമെന്റെ പ്രിയപ്പെട്ടവരെ പരത്തിക്കൊണ്ട്, പച്ചവനെ മുഖമെല്ലാം കറുത്തിരുന്നുകൊണ്ട് അസ്റായീൽ കടന്നു വരുന്നതോ? അസ്റായീൽ കടന്നു വരുന്നത്. അസ്റായീലിന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ നീയതോ പൊട്ടിക്കരന്നുകൊണ്ട് അസ്റായീലിനോട് പറയുകയാണ്, 60 വയസ്സുള്ള വാപ്പ, 70 വയസ്സുള്ള വാപ്പ, 80 വയസ്സുള്ള വാപ്പ, 40 വയസ്സുള്ള ഉമ്മ, 20 വയസ്സുള്ള ഉമ്മ,
പടച്ചവരെ നീയതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്രായീലിനോട് പറയുകയാണ്, എനിക്കൊരു മണിക്കൂർ തന്നാൽ, എനിക്ക് ആഫിയത്ത് തന്നാൽ, എനിക്ക് ദീർഘായുസ് തന്നാൽ നന്മകൾ ഞാൻ ചെയ്യാമെന്ന് അസ്രായീലിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ അസ്രായീലിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, വേണ്ടടാ, നിനക്കിനി സമയമില്ലടാ, നിനക്കിന് ആഫിയത്തില്ലടാ, നിനക്കിന് ദീർഘായുസില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അസ്രായീലിന്റെ പ്രിയപ്പെട്ടവരെ റൂഹ് പിടിച്ചുകൊണ്ട് പരലോകത്തേക്ക് കൊണ്ടുപോകുമ്പോ നീയതോ അതെങ്ങാനും കഴിയാതെ കിടക്കുകയാ. പടച്ചവയെ നിന്റെ മരണവാർത്തയുണ്ടല്ലോ കൊടകിനെ മനോഹരമാകുന്ന പ്രദേശത്തോടുകൂടി പരക്കുകയാ. ഇന്നാളും മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആശിക്കുകാരിനി മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ ഉസ്താദുമാർ, നിങ്ങളുടെ നാട്ടിലെ പ്രവർത്തകര്, കമ്മിറ്റിക്കാർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് മരണവാർത്ത വരുമ്പോ നിന്റെ കൂട്ടുകാരന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്, നിന്റെ കുടുംബാദികളെ കടന്നു വരികയാണ്, അയൽവാസികളെ കടന്നു വരികയാണ്, മക്കളതാ കടന്നു വരികയാണ്, മാതാപിതാക്കളെ കടന്നു വരികയാണ്. അല്ലോ അല്ലോ അല്ലോ, നിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ആയിരങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. എന്നിട്ടതോ നിന്റെ മയ്യത്തിന്റെ പ്രിയമുള്ളവരെ കുളിപ്പിക്കുകയാ. എന്നിട്ടതാ 3 പിടി കഫൻ പടവയിലോ എന്റെ പ്രിയമുള്ളവരെ പൊതിയുകയാണ്. എന്നിട്ടതാ അത്തറ പൂശുകയാണ്. എന്നിട്ടതാ പള്ളിയിൽ ഉസ്താദ് നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പാപമാണ് അല്ലാഹ്, സാധുവാണ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പടച്ചവരെ കുഞ്ചിലയുടെ പരിസരത്തിലൂടെ, പടച്ചവരെ കാലിലൂടെ സഞ്ചരിച്ചവരെ, ബസ്സിലൂടെ സഞ്ചരിച്ചവരെ, സൈക്കിളിലൂടെ സഞ്ചരിച്ചവരെ, നടന്നുപോയവരെ, ഓടിപ്പോയവരെ, എഴഞ്ഞു പോയവരെ, യഥാർത്ഥ വാഹനമേതാ, യഥാർത്ഥ വാഹനമേതാ? സമ്മൂഖ് എന്ന് പറയുന്ന 6 കാല് കെട്ടിടമുണ്ടല്ലോ, സമ്മൂഖ് എന്ന് പറയുന്ന 6 കാല് കട്ടിലുണ്ടല്ലോ. പടച്ചവനെ നിന്നെയതോ മാടി വിളിക്കുകയോ, നിന്നെയതാ പടച്ചവനെ സമ്മൂഖിലേക്ക് കയറ്റി വെക്കുകയാണ്. നീയതാ കരയുകയാണ്, എന്നെ കൊണ്ടുപോകല്ലേ, എനിക്ക് പേടിയാണ്, എനിക്ക് കബറ് ഭയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്റെ പ്രിയപ്പെട്ടവരെ കരയുന്ന സമയത്ത് നിന്റെ മക്കളതോ പരിഗണിക്കൂല, മൈൻഡ് ചെയ്യൂല. അവരെന്താണ് പറയുന്നതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുകയാണ്. അവിടെ നിന്ന് എന്റെ പ്രിയമുള്ളവരെ പടച്ചവന്റെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പടച്ചവനെ അതുകൊണ്ടാണ് തലവ് ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാടി പറഞ്ഞത്, ഖബറന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതോ, കണ്ടാലുടങ്ങുക വിട്ടു നീ കരയേണ്ടതാ, മെടക്കു പകരോ വളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരയണം കുഞ്ചിലക്കാര്, അറിയാതെ കരയണം കുഞ്ചിലയിലെ പ്രിയപ്പെട്ട പെങ്ങളെ. പാമ്പുള്ള ഖബറാണ് റബ്ബേ, തേനുള്ള ഖബറാണ് റബ്ബേ, ഇരുട്ടുള്ള ഖബറാണ് റബ്ബേ. നിന്നേതാ ഖബറിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കൊണ്ടുവെക്കുകയാണ്. പടച്ചവരെ 3 പലകയിടുകയാണ്, 3 പിടി മണ്ണിങ്ങനെ വാരിയിടുകയാണ്. ഖബറ് വെട്ടി എന്റെ പ്രിയമുള്ളവരെ മണ്ണിങ്ങനെ വാരിയിടുകയാണ്. ഈട്ടതോ കടന്നു വരികയോ,
കബറിലേക്കുണ്ടല്ലോ ഇരുട്ടെന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. പടച്ചവരെ നീയതാ പേടിച്ചു കണ്ട് വിറങ്ങലിക്കുകയാണ്. അല്ലാഹുവേ നന്മകൾ ചെയ്തവനുണ്ടല്ലോ കബറിലേക്ക് അല്ലാഹു നന്മ കൊടുക്കുമല്ലോ. തിന്മകൾ ചെയ്തവനെന്റെ പ്രിയപ്പെട്ടവരെ കബറിലേക്ക് അല്ലാഹു തിന്മകൾ കൊടുക്കുമല്ലോ. രണ്ടാമതായിട്ട് എന്റെ പ്രിയമുള്ളവരെ സൂറെന്ന് പറയുന്ന കാഹളത്തില് മലക്കഥ ഊറ്റൂതുണ്ടോ നീയതോ പടച്ചവന്റെ പരലോകത്തേക്കതാ കടന്നു പോവുകയാണ്. പടച്ചവരെ പാമ്പിന്റെ രൂപത്തില്, തേളിന്റെ രൂപത്തില്, കഴുകയുടെ രൂപത്തില്, കഴുകന്റെ രൂപത്തില് പടച്ചവനെ പല രീതിയിലും നീയതോ മലയോളം വലിപ്പമുള്ള വയറുമായിട്ട് പടച്ചവന്റെ പരലോകത്തേക്കതോ കടന്നു പോവുകയാ. ചമ്പിന്റെ തറയാണ് പടച്ചവരെ കിലോമീറ്റർ കണക്കാതെ ദൂരെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ നിന്റെ തലയുടെ തൊട്ടുമുകളില് നിന്റെ പ്രിയപ്പെട്ടവരെ ഉദിച്ചുകൊണ്ട് നിൽക്കുമ്പോ നീയതാ ഉയർക്കുകയാ. നീയതാ നഗ്നനായിട്ട് എന്റെ പ്രിയമുള്ളവരെ നിൽക്കുന്ന സമയത്ത് പടച്ചവരെ പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുകയാണ്. നഗ്നനായിട്ട് നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുകയാണ്. ഓടുകയോ സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ അദാബ് കിട്ടുമോ നന്മകൾ കിട്ടുമോ ഹൗലുൽ കൗസർ കിട്ടുമോ അർശിന്റെ തണല് കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് പടച്ചവന്റെ പരലോകത്ത് നീയതോ നിൽക്കുകയാ. ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ഒരാളിങ്ങനെ കടന്നു വരികയാണ്. ഒരാളിങ്ങനെ പടച്ചവന്റെ പരലോകത്ത് നിന്റെ ചാരത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. എന്നിട്ടതോ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. പാപമാണ് അല്ലാ, പാപിയാണ് അല്ലാ, ഇവനെ പുറത്തു കൊടുക്കണേ അല്ലാ. നിനക്ക് വേണ്ടി പടച്ചവന്റെ പരലോകത്ത് ദുആ ചെയ്യുന്നത് ആരെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രിയമുള്ളവരെ കുഞ്ചിലയുടെ പരിസരത്ത് ഓതിയവരെ, ഖുർആനിനെ പ്രണയിച്ചവരെ, ഖുർആനിനെ ഹബ്ബ് വെച്ചവരെ, ഖുർആനിനെ സ്നേഹിച്ചവരെ, നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, നീ ഓതിയ ഫാത്തിഹയുണ്ടല്ലോ, നീ ഓതിയ ബഖറയുണ്ടല്ലോ, നീ ഓതിയ റഹ്മാനുണ്ടല്ലോ, നീ ഓതിയ നൂഅൻസല്ലയുണ്ടല്ലോ, നീ ഓതിയ നാസുണ്ടല്ലോ, നീ ഓതിയ ഇഖ്ലാസുണ്ടല്ലോ, നീ ഓതിയ ഇല്ലാ അൻസല്ലയുണ്ടല്ലോ, അല്ലാഹുവേ നീ ഓതിയ കൗസറുണ്ടല്ലോ. നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നതോ, നിനക്ക് വേണ്ടി എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുന്നതോ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ്, ഉമർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട കുഞ്ചിലക്കാരെ നിങ്ങൾ ഗുണപാഠമാക്കേണ്ടത് എന്താണ്? പ്രിയപ്പെട്ടവരെ ഖുർആനിലുണ്ടല്ലോ, പ്രണയിച്ചോ, ഖുർആനിലുണ്ടല്ലോ, സ്നേഹിച്ചോ. ഈ നിറഞ്ഞിരിക്കുന്ന പാപങ്ങൾക്ക് പടച്ചവന് ആ ഖുർആൻ ദിവസമൊന്ന് പാരായണം ചെയ്യാൻ സൗഭാഗ്യം തരണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് ഉമർ തങ്ങൾ പ്രേമിച്ച ഖുർആനിനെ നമ്മൾ പ്രേമിച്ചാൽ ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് ആ ഖുർആൻ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഖുർആൻ ഓതുവോ? ഇതിപ്പോ ഇത്രയും തണുപ്പത്ത് ഇത്രയും ഒച്ച ഇട്ടിട്ട് ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിലോ ഖുർആൻ ഓതുവോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ, നല്ല തണുപ്പല്ലേ, പച്ചവെള്ളം കുടിച്ചോട്ടെ ഇൻഷാ അല്ലാഹ്. ഇത്തിരി വെള്ളം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. രണ്ട് സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.
അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ. അപ്പൊ ഒന്ന് ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യമായിട്ട് പഠിക്കേണ്ട ഗുണപാഠം എന്റെ പ്രിയപ്പെട്ടവരെ ആ ഖുർആനിനെ പ്രണയിക്കല. രണ്ട് ഇരിക്കൂലേ ബോറടിക്കണ ഇല്ല, അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ അവസാനം വരെ ഇരുന്നാൽ എപ്പോഴാ അവസാനം വരെ ഈ ചോറുണ്ടോ ഉസ്താദേ? ചോറൊന്നും ഇല്ലല്ലോ, ചീരണി ഒന്നും ഇല്ലല്ലോ, ലാസ്റ്റ് ചീരണി ഒന്നും ഇല്ല. ഇപ്പൊ ഇൻഷാല്ലാ അപ്പൊ ചീരണി പ്രതീക്ഷിച്ചിട്ട് ആരും ഇരിക്കണമെന്നില്ല. അപ്പൊ ഇൻഷാല്ലാ അവസാനം വരെ ഇരുന്ന ആ ചീരണിയേക്കാൾ പ്രതിഫലമുള്ള ഒരു ദിക്ർ പറഞ്ഞുതരാം ഇൻഷാല്ലാ. അത് നിങ്ങൾ ഓതിയാൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് പൈസ ഫ്രീ ആയിട്ട് കിട്ടും. എന്താ പറഞ്ഞേ? പൈസ ഫ്രീ ആയിട്ട് കിട്ടും, ഒരു കുഴപ്പമില്ലാതെ പൈസ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വെറുതെ കിട്ടും. അപ്പൊ ഇൻഷാല്ലാ ആ പൈസ മുത്തലിമേലും കിട്ടും, ഉസ്താദന്മാർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും ഇൻഷാല്ലാ. അപ്പോ അത് കിട്ടണമെങ്കിൽ അവസാനം വരെ ഇരിക്കണം. അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. അതുപോലെ കൈവേദന, കാലുവേദന, മുട്ടുവേദന, നടുവേദന ഇതുള്ളവരുണ്ടെങ്കിൽ ഇന്ന് കൈപൊക്കിയപ്പ ശരീരത്തിന് വേദനകളുള്ളവര് പൊക്കിക്കോ, ധൈര്യത്തിൽ പൊക്കിക്കോ. അള്ളാഹു ശമനം നൽകി ഗ്രഹിക്കട്ടെ. ആ വേദനയുള്ളവർ അവസാനം വരുന്നാൽ ഇൻഷാ അല്ലാഹ് ആ വേദന മാറാൻ ഒരു സൂറത്തും പഠിപ്പിച്ചിരാം. പക്ഷെ ഇരിക്കണം, ഒരു 10-50 വരെ ഇൻഷാ അല്ലാഹ് ഇരിക്കണം. അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. രണ്ട് ഈ രണ്ടാമത്തെ ഉമർ തങ്ങളുടെ ജീവിതത്തിലെ ഗുണപാഠം എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. ഇത് നമ്മുടെ പള്ളി പരിപാലിക്കുന്നവർക്കും എനിക്കും ഉസ്താദുമാർക്കും നാട്ടുകാർക്കും മുത്തഅല്ലിമീങ്ങൾക്കും മുഅല്ലിമീങ്ങൾക്കൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ പാഠമാകേണ്ട ഉമർ തങ്ങളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഗുണപാഠം ഏതാ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ ഗുണപാഠം ഏതെന്നറിയോ? അല്ലാഹുവേ, ഉമർ തങ്ങളുടെ പേര് പറയുമ്പോ ആർജവത്തോടുകൂടി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞവരോട് എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്. ഒന്നാമത് ഖുർആനിനെ എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറഞ്ഞു തരുമ്പോ ഉമർ തങ്ങളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ പഠിച്ചവനെ ഗുണപാഠമേതാ? കാര്യബോധമാണ് പ്രിയപ്പെട്ടവരെ, പക്വതയാണ് പ്രിയമുള്ളവരെ. എന്തെങ്കിലും ഒരു കാര്യമുണ്ടല്ലോ ഉമർ തങ്ങൾ ചെയ്തോ പഠിച്ചവനെ പക്വതയോടുകൂടി ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ചെയ്യുമെന്ന് ചരിത്രം പറയുമ്പോ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരുണ്ടല്ലോ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരുണ്ടല്ലോ, പല കാര്യങ്ങളും എന്റെ പ്രിയമുള്ളവരെ ചെയ്യുന്നവരാണ്. ചെയ്യുന്ന കാര്യത്തില് എന്റെ പ്രിയമുള്ളവരെ ഇഖ്ലാസില്ലാതെ ഖുശൂഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പടച്ചവനെ അല്ലാഹു സ്വീകരിക്കൂല, അല്ലാഹു കബൂൽ ചെയ്യൂല. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാണ്, ഉമർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് രണ്ടാമത്തെ ഗുണപാഠമേതോ? രണ്ടാമത്തെ ഗുണപാഠമേതാ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയുകയാ, കാര്യബോധമുണ്ടല്ലോ, പക്വതയുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിലേക്ക് ഉമർ തങ്ങളുടെ ജീവിതത്തിന്റെ കാരണമായിട്ട് കടന്നു വരേണ്ടതാ. ഒരിക്കൽ എന്റെ പ്രിയമുള്ളവരെ ബിലാൽ തങ്ങളുണ്ടല്ലോ, ബിലാൽ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ശത്രുക്കളുമായിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടുകയാണ്. പടച്ചവനെ, ബിലാൽ തങ്ങളുടെ ശരീരമുണ്ടല്ലോ വേദനിക്കുകയാ, നൊമ്പരപ്പെടുകയാ. ബിലാൽ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ ചോര വരികയാണ്. ബിലാൽ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ വേദനിക്കുകയാണ്. ബിലാൽ തങ്ങളതോ ശത്രുക്കളുടെ ആക്രമണമുണ്ടല്ലോ താങ്ങാൻ കഴിയാതെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. എന്നിട്ടതോ റസൂലുള്ളാഹിയോട് ബിലാലുണ്ടല്ലോ പറയുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ എനിക്കൊരു പരാതിയുണ്ട് നബിയേ, എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട് നബിയേ. റസൂലുള്ളാഹിയോട് ബിലാൽ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, യാ ഹബീബല്ലാഹ്,
എന്റെ ശരീരം കണ്ടില്ല നബിയെ, എന്നെ ആക്രമിച്ചു നബിയെ, എന്റെ ശരീരത്തിൽ നിന്ന് ചോര വരുന്നുണ്ട് നബിയെ, എന്റെ ശത്രുക്കളുണ്ടല്ലോ ഉപദ്രവിച്ചു നബിയെ, നമ്മക്ക് അവരെ തിരിച്ച് അടിക്കണ്ട നബിയെ, തിരിച്ചു ദ്രോഹിക്കണ്ട നബിയെ, തിരിച്ചു ഉപദ്രവിക്കണ്ട നബിയെ. ഉടൻ തന്നെ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാണ്, വേണ്ട ബിലാൽ, വേണ്ട ബിലാൽ, അവരെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല, ക്ഷമിക്കണേ, അതിലൂടെ സ്വർഗമുണ്ടല്ലോ, കരകരമാക്കണേ എന്നെ പ്രിയമുള്ളവരെ. ബിലാൽ തങ്ങളോട് റസൂലുള്ള പറയുമ്പോ ബിലാൽ തങ്ങളതാ കടന്നു പോവുകയാണ്. ബിലാൽ തങ്ങളെ ശരീരമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ വേദനിക്കുകയാണ്, വല്ലാതെ നൊമ്പരപ്പെടുകയാണ്, വല്ലാതെ അസഹനീയമാകുന്നു വേദനയതാ ബിലാൽ തങ്ങൾക്ക് കടന്നു വരുമ്പോ ബിലാൽ തങ്ങളതോ ഉമർ തങ്ങളുടെ ചാരത്തേക്കതാ കടന്നു ചെല്ലുകയാണ്. ഭർത്താവിന്റെ മകനാകുന്ന ഉമർ തങ്ങളുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. എന്നിട്ടതോ ഉമറിനോട് പറയുകയാ, ഉമറേ, ശത്രുക്കൾ നമ്മളെ ആക്രമിക്കുന്നുണ്ടല്ലോ, നമ്മളെ അടിക്കുന്നുണ്ടല്ലോ, നമ്മളെ ദ്രോഹിക്കുന്നുണ്ടല്ലോ, നമ്മളെ വല്ലാതെ ഇടങ്ങേറുകള് ആക്കുന്നുണ്ടല്ലോ. ഉമറേ, നമുക്ക് നമ്മളെ ശത്രുക്കളെ അതോ തിരിച്ചടിക്കണ്ടേ, ദ്രോഹിക്കണ്ടേ. ഉടമ്പന്നെ പടച്ചവരാ ഉമർ തങ്ങളതാ ബിലാൽ തങ്ങളോട് പറയുകയാണ്, ബിലാലേ, റസൂലുള്ളയോട് നീ പരാതി പറഞ്ഞോ, റസൂലുള്ളയോട് കാര്യം പറഞ്ഞോ. ഉടൻ തന്നെ ബിലാലിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഞാൻ റസൂലുള്ളയോട് പറഞ്ഞതാ, ഞാൻ ഹബീബിനോട് പറഞ്ഞതാ. ഉടൻ തന്നെ ഉമർ തങ്ങളതാ ചോദിക്കുകയാണ്, റസൂലുള്ളയോട് ചെന്നുകൊണ്ട് പരാതി പറഞ്ഞപ്പോ റസൂലുള്ള എന്താണ് പറഞ്ഞത്, ഹബീബ് എന്താണ് പറഞ്ഞത്? ഉടൻ തന്നെ അത് ബിലാൽ തങ്ങൾ പറയുകയാ, ആക്രമിക്കല്ലേ, ദ്രോഹിക്കല്ലേ, അവരെ ഉപദ്രവിക്കല്ലേ എന്നതാ റസൂലുള്ള പറഞ്ഞെന്ന് ബിലാൽ തങ്ങൾ പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങൾ വീണ്ടും എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, റസൂലുള്ള എന്താണോ പറഞ്ഞത് അതാണ് എന്റെയും പറച്ചിലെന്ന് ഖത്താബിന്റെ മകനാകുന്ന ഉമർ തങ്ങൾ പറയുമ്പോ എന്ത് കാര്യങ്ങള് ഉമർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ തീരുമാനമെടുത്താൽ റബ്ബേ കാര്യബോധമുണ്ടല്ലോ. ഉമർ തങ്ങൾക്ക് കടന്നു വരുന്നതോ, ഉമർ തങ്ങൾക്ക് കടന്നു വരുന്നതോ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ്, എന്ത് കാര്യങ്ങൾ ചെയ്താലും പക്വത എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതാണ്. ഉമർ തങ്ങളുടെ ജീവിതത്തിലെ മൂന്നാമത്തെ അല്ലാഹുവേ ഗുണപാഠമേതാ, ഗുണപാഠമേതാ. അതവന്റെ പ്രിയമുള്ളവരെ കടന്നു വരേണ്ടതാ. ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ള ഉസ്താദുമാരുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ള മുതഅല്ലിമീങ്ങളുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ള മുഅല്ലിമീങ്ങളുണ്ടല്ലോ, അവര് ഖുർആൻ പഠിച്ചവരാ, അവര് കിതാബുകൾ ഓതിയവരാ, അവരൊരുപാട് പട്ടിണി കിടന്നവരാ, അവര് പരിശുദ്ധമാക്കപ്പെട്ട ദീനന്റെ പ്രിയമുള്ളവരാ, പഠിച്ചവരാ. അവരെ അതോ ബഹുമാനിക്കണേ, അവരെ നിങ്ങളെ തള്ളിപ്പറയാന് പാടില്ല, സയ്യിദന്മാരെ കുറ്റം പറയാന് പാടില്ല. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉമർ തങ്ങൾ അദബ് കാണിച്ചവരോ, ഉമർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരോ മറ്റുള്ളവരോട് അദബ് കാണിച്ചവരാണ്. അല്ലാഹുവേ, ഉമർ തങ്ങളുടെ ജീവിതത്തിലെ നാലാമത്തെ ഗുണപാഠമുണ്ടല്ലോ, ഏതെന്നറിയോ, ഏതെന്നറിയോ? ആദർശബോധമാണ് പ്രിയമുള്ളവരെ. ഉമർ തങ്ങളുടെ ജീവിതത്തിന്റെ നാലാമത്തെ ഗുണപാഠം ഏതെന്നറിയോ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുകയോ ആദർശബോധമാ. പല ആളുകളും എന്റെ പ്രിയമുള്ളവരെ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പേരിന് മാത്രം സുന്നിയാണല്ലോ, പേരിന് മാത്രം മുസ്ലിമാണല്ലോ. മോനെ
പേരിന് മാത്രം മുസ്ലിമിന്റെ പ്രിയമുള്ളവരെ ആയാല് പോരാ. ഉമർ തങ്ങളുടെ ചരിത്രം പഠിക്കുന്നവരെ പേരിന് മാത്രം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട് നടന്നാല് പോരാ. മലബാർ നിങ്ങളൊരു കല്യാണം കണ്ടില്ലേ? മലബാർ നിങ്ങളൊരു കല്യാണം കണ്ടില്ലേ? ഒരു ചെറുപ്പക്കാരനതോ പെണ്ണിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ സൽക്കാരത്തിന് വേണ്ടിയിട്ട് കടന്നു വന്നതെങ്ങനാ? സ്കൂൾ യൂണിഫോം അതോ ധരിച്ചുകൊണ്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവൻ മുസ്ലിമല്ലേ? അവൻ മുസ്ലിമല്ലേ? അവൻ മുസ്ലിമിന്റെ ആശയക്കാരനല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, സുന്നിയായിട്ട് നടന്നാല് മാത്രം പോരാ, മുസ്ലിമാണെന്ന് പറഞ്ഞാല് മാത്രം പോരാ. എന്റെ പ്രിയമുള്ളവരെ ആദർശബോധമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഉമർ തങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ഗുണപാഠം ഖുർആൻ നമ്മൾ മുറുകെ പിടിക്കണം. 2 ഒരു പക്വത.